പോലീസ് കോൺസ്റ്റബിൾ 32/23 ക്വസ്റ്റ്യൻസ്. താഴെ കൊടുത്തിരിക്കുന്ന എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദ ആത്മവിദ്യാ സംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. തേഫാഗ സമരം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ബംഗാളിൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കൾ സിദ്ധു കാനു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അത് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ഏഞ്ചലോയുടെയാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് രാമചന്ദ്ര ഗുഹയാണ്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് രാമചന്ദ്ര ഗുഹയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ശരിയായത് തിരിച്ചറിയുക. ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നതാണ് ശരിയായിട്ടുള്ളത്. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം എന്ന് പറയുന്നത് നീലഗിരിയാണ്. മഞ്ഞു തിന്നുന്നവ എന്ന് പറയുന്നത് അത് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ അവസാദ ശിലകളാണ്. ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോപ്പ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏത്? അരുണാചൽ ഹിമാലയമാണ്. ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗമാണ് അരുണാചൽ ഹിമാലയം. ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജോഷിമഠ് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്ന ചേരുംപടി ചേർക്കുക. ഇവിടെ ചേരുംപടി ചേർന്ന് ശരിയായിട്ടുള്ള ആൻസർ എ ആണ്. അതായത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് പരുത്തിയാണ്. സെയ്ദ് എന്ന് പറയുന്ന പഴമാണ്. സെയ്ദ് പഴം. റാബി എന്ന് പറയുന്ന ഗോതമ്പ്. ഒറൈസ സെറ്റൈവ എന്ന് പറയുന്ന നെല്ല്. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി, സെയ്ദ് പഴം, റാബി ഗോതമ്പ്, ഒറൈസ സെറ്റൈവ എന്ന് പറയുന്ന നെല്ല് ആണ്. 2023-24 ഇന്ത്യൻ ബജറ്റ് അമൃതകാൽ എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. ഇതിൽ പെടാത്തത് ഇവയിലേതാണ്? വിവരാവകാശമാണ് ഇതിൽ പെടാത്തത്. ഹരിത വളർച്ചയും യുവശക്തിയും അടിസ്ഥാന വികസനവും നിക്ഷേപവും ഇതിൽ പെടുന്നതാണ്. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായിട്ടുള്ള ഇത് എല്ലാം ശരിയായിട്ടുള്ളതാണ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏത് എന്നാണ്. ശരി അല്ലാത്തത് ഡി ആണ്. ശരിയായിട്ടുള്ളത് ആത്മനിർഭർ ഭാരത് ശരിയായിട്ടുള്ളതിൻ്റെ 2020 മെയ് 12 പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം. അടുത്ത് താഴെ തന്നിരിക്കുന്ന ചേരുംപടി ചേർക്കുക. ഇവിടെ എ ആണ് ശരിയായിട്ടുള്ളത്. അതായത് GST നിലവിൽ വന്ന് 2017 ജൂലൈ 1 ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന 1950 മാർച്ച് 15 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഓഗസ്റ്റ് 23 ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1 അതായത് GST 2017 ജൂലൈ 1, ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഓഗസ്റ്റ് 23 ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1951 ഏപ്രിൽ 1. താഴെ തന്നിരിക്കുന്നവയെ നബാർഡുമായി ബന്ധപ്പെടില്ലാത്തത് ബി ആണ്. അതായത് 1980 ജൂലൈ 12 സ്ഥാപിതമായെന്ന് അത് തെറ്റാണ്. 1982 ജൂലൈ 12 സ്ഥാപിതം. കാർഷിക വികസനവും ഗ്രാമീണ വികസനവും 1982 ജൂലൈ 12 സ്ഥാപിതമായ ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് നീതിന്യായ പുനഃപരിശോധന, അവശിഷ്ട അധികാരം